ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന രണ്ടാമത്തെ ട്രെയിൻ അരുണ എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്നും അസമിലെ സിൽച്ചറിലേക്ക് പോകുന്ന 3921 കിലോമീറ്റർ 3 രാത്രി എടുത്തിട്ട് 71 മണിക്കൂറിലധികം നമ്മൾ സഞ്ചരിച്ച് നമ്മൾ സിൽച്ചറിലേക്ക് പോവാണ്. അപ്പോൾ ഈ യാത്രയുടെ വിശേഷങ്ങളാണ് ഇനി മുതൽ നിങ്ങൾ കാണാൻ പോകുന്നത്. 4 വീഡിയോ ഉണ്ടാവും അരുണ എക്സ്പ്രസിന്റെ. പല പല സംസ്ഥാനങ്ങൾ കവർ ചെയ്ത് നമ്മൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് പോവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് പോകുന്നത്. പല പല കാഴ്ചകൾ, പല പല ലാൻഡ്സ്കേപ്പുകൾ, പല പല കാര്യങ്ങൾ എനിക്ക് ഈ യാത്രയിലൂടെ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്നോട് എപ്പോഴും പറയുന്നതാണ് അരുണ എക്സ്പ്രസിന്റെ വീഡിയോ എടുക്കണം, ട്രാവൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അരുണ എക്സ്പ്രസിന്റെ 4 വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ ഇന്ത്യൻ റെയിൽവേയിലെ തന്നെ ഒരു ഇൻക്രെഡിബിൾ ട്രെയിൻ ജേർണി ആണ് നിങ്ങൾ ഈ അടുത്ത 4 വീഡിയോ കാണാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ ലോങ്സ്റ്റ് റണ്ണിംഗ് വണ്ടി തിരുവനന്തപുരം സിൽച്ചർ അരുണ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇന്ന് നമ്മുടെ യാത്ര. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സഞ്ചരിക്കാൻ പോകുന്നത് 71 മണിക്കൂർ 20 മിനിറ്റ് ആണ്. 3921 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന വലിയൊരു യാത്ര. ഇന്ത്യയിലെ സെക്കൻഡ് ലോങ്സ്റ്റ് റണ്ണിംഗ് ട്രെയിനായ അരുണ എക്സ്പ്രസിനാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് സിൽച്ചർ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് പോവാണ്. നമ്മുടെ ചാനൽ ഇതിനായിട്ട് നോർത്ത് ഈസ്റ്റിലെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ടൈം ട്രെയിനിൽ നോർത്ത് ഈസ്റ്റ് പോവാണ്. അപ്പൊ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സിൽച്ചർ പോകേണ്ട അരുണ എക്സ്പ്രസിന്റെ റേക്ക് ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 4 വരുമെന്ന് പറഞ്ഞപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 4 നമ്മുടെ സാരഥിയും റെഡി ആയി കിടപ്പുണ്ട്. സാരഥി ഒരു വിജയവാഡ ഷെഡിന് ഒരു WP7 ആണ് കേട്ടോ. അപ്പോൾ ഈ ലോക്കാണ് നമ്മുടെ അരുണ എക്സ്പ്രസിനെ വിശാഖപട്ടണം വരെ നയിക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളിവിടുന്ന് ചൊവ്വാഴ്ചയാണ് കയറുന്നത്. ചൊവ്വാഴ്ച കയറിയിട്ട് ഈ വണ്ടി എത്തുന്നത് വെള്ളിയാഴ്ച വൈകിട്ടാണ് പോരെ. അതും വേറൊരു സംഭവമുണ്ട്. നമ്മൾ വിശാഖപട്ടണം വഴിയാണ് പോകുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മറ്റേ സൈക്ലോൺ മൊണ്ടാൻ എന്നൊരു ചുഴലിക്കാറ്റ് വരുന്ന ദിവസമാണ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ദിവസം ആ ചുഴലിക്കാറ്റ് അവിടെ അടിക്കും. അപ്പോൾ ട്രെയിൻ ഡൈവേർട്ടായി വിടുമോ ലേറ്റ് ആവുമോ എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് നോക്കാം. ഇതിൻ്റെ ജനറലും സ്ലീപ്പറിലൊക്കെ തിരക്കെന്ന് പറയുന്നത് നമ്മളെ വിവേക് എക്സ്പ്രസിൽ കാണുന്ന പോലെ സെയിം ആണ്. ഇപ്പോൾ വണ്ടി ഇവിടെ വന്ന് നിർത്താൻ പോകുന്നേ ഉള്ളൂ. എന്താ ആ പടുതി വെക്ക വണ്ടിയുടെ. എന്റെ ദൈവമേ, നോക്ക് ആൾക്കാരെ കയറുന്നുണ്ടോ? പഴയ കയറി സീറ്റ് പിടിക്കുക എല്ലാവരും കണ്ടാ. ഇവരെല്ലാരും നമ്മൾ പോകുന്ന ആ ഭാഗത്തോട്ട് പോകുന്നവരാണ്. ഇടന്നേ കയറി എല്ലാവരും സീറ്റ് പിടിക്കുകയാണ്. കോച്ചിനൊക്കെ പടുതി ഉണ്ടോ? ദൈവമേ, എന്തോ വൃത്തികെട്ട സാധനമാണോ എന്തോ. നമ്മൾ പോകുന്നത് AC 2 ടയറിനാണ്. AC 2 ടയറൊക്കെ എങ്ങനെ ഉണ്ടാവുമോ എന്തോ ഒരു പിടിയില്ല. ലോക്കോ പഠിപ്പിക്കുന്നത് നോക്കിയിട്ട് പോകാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഈ ജനറേറ്റർക്കാരൻ്റെ പടുതി ഉണ്ടോ നോക്ക്. ഭയങ്കര ശബ്ദവും ഒട്ടും മെയിൻറ്റൈൻഡ് അല്ല. അതാണ് ഇത്രയും ശബ്ദം. അല്ലെങ്കിൽ ഇത്രയും ശബ്ദമൊന്നും ഈ ഒരു ജനറേറ്റർക്കാർ കോച്ചിൽ വരത്തില്ല കണ്ടോ. ഭയങ്കര ശബ്ദവും അതിന്റെ പടുതി ഉണ്ടോ നിങ്ങൾ. ഇതിന് ട്രെയിൻ ബോർഡ് ഉണ്ടോ നോക്കിയേ. ആകെ ചെറിയൊരു ബോർഡാണ് വെച്ചേക്കുന്ന കൊണ്ടുപോയിട്ട്. കോയമ്പത്തൂർ സിൽച്ചാർ തിരുവനന്തപുരം ഇത്രേ ഉള്ളൂ. അരുണ എക്സ്പ്രസ് എന്ന പേരോ അങ്ങനൊന്നും ഇല്ല. നമ്മുടെ അരുണ എക്സ്പ്രസിന്റെ ലോക്കോ ഒരു വിജയവാഡ ഷെഡിന്റെ WP7 ആണ്. 39020 ഈ ലോക്കോയുടെ നമ്പർ. അപ്പോൾ ഈ ലോക്കോ ആണ് നമ്മുടെ അരുണ എക്സ്പ്രസിനെ വിശാഖപട്ടണം വരെ എത്തിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ വേറെ ലോക്കോവാ. നിങ്ങൾ ഈ കോച്ചിന്റെ പടുതി ഉണ്ടോ? എൻ്റെ ദൈവമേ, കണ്ടിട്ട് എനിക്ക് പേടിയാണ്. അതിന്റെ കപ്ലറിന്റെ ഒക്കെ പടുതി ഉണ്ടോ? തുരുമ്പിച്ച് ഒരു നാശമായിട്ടിരിക്കുന്നുണ്ടോ? തുരുമ്പിച്ച് നോക്ക്. എന്തോ അല്ലേ. ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മളല്ല. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയറിന്റെ ഒരു റെയിൽവേ സോൺ ഉണ്ട്. നമ്മൾ പോകുന്നതെല്ലാം ആ സോണാണ്. ഈ ഗുവാഹട്ടി, പിന്നെ സിൽച്ചർ, ദിബ്രുഗഡ് എല്ലാം നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ സോണിന്റെ ആണ്. അപ്പോൾ അവരാണ് ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിന് ഫ്രണ്ടിൽ 3 ജനറൽ ക്ലാസ് ഉണ്ട്. ഈ 3ാമത്തെ ജനറൽ ഉണ്ട്. എൻ്റെ ദൈവമേ, ഇതെന്തോ ഇത് കഴുകിയിട്ടൊക്കെ വർഷങ്ങളായെന്തോ. ഇത് ഉണ്ടാക്കിയിട്ടേ പിന്നെ ഈ സാധനം കഴുകിയിട്ടില്ല, വെള്ളം തൊട്ടിട്ടില്ല. അത് കണ്ടറിയാം കണ്ടോ നോക്ക്. ഇതിൻ്റെ തൊട്ട് പുറയിൽ 2 സ്ലീപ്പറാണുള്ളത്. 2 സ്ലീപ്പർ മാത്രമല്ല, ഇതിൻ്റെ സ്ലീപ്പർ ബാക്കി AC കഴിഞ്ഞിട്ടാണ്. ഇതിൻ്റെ കോച്ച് കോമ്പോസിഷനൊക്കെ ഭയങ്കര വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലീപ്പർ ഉണ്ടോ? ഇത് എന്തോ അടുത്ത് ദൈവമേ. ഷോ, ഇത് റെഡാണോ അതോ വേറെ എന്തെങ്കിലും കളറാണോ? നിങ്ങളൊന്ന് നോക്കിയേ. എന്തോ കളറാണ് ഇത്. ഇത് റെഡൊന്നും അല്ല, ഇത് വേറെന്തോ കളറാണ് കേട്ടോ. നോക്ക്. എൻ്റെ ദൈവമേ, ഇതെന്ത് സാധനം ഇത്. ഷോ, ഇതൊക്കെ ഇത് കഴുകിയിട്ടൊന്നും കാര്യമില്ല, മനസ്സിലായോ? നമുക്ക് എല്ലാം ഭയങ്കര ചെളി ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുക കേട്ടോ. ഇത് സ്ലീപ്പറിന്റെ കേസിൽ മാത്രമല്ല, സ്ലീപ്പറും ജനറലും. AC അങ്ങനല്ല കേട്ടോ. AC ഒക്കെ പിന്നെയും ഭേദമുണ്ട് നോക്കുമ്പോൾ. ഇത് എക്കണോമിയാണ്. നമ്മുടെ AC 2 ടയറാണ്. പക്ഷേ AC ഇതുവരെയൊന്നും തുറന്നിട്ടില്ല.
AC തുറന്നിട്ട് നമുക്ക് കയറാം. ആകെ സ്ലീപ്പറും ജനറലും മാത്രമേ ഇവിടെ തുറന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കോച്ച് തുറന്നിട്ടിട്ടുണ്ടേ. ഇതാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച്. 3 ദിവസം നമ്മൾ ഈ കോച്ചിലാണ് യാത്ര ചെയ്യുന്നത്. A2 AC 2 ടയർ. ഇത് ഈസ്റ്റ് സെൻട്രലിൻ്റെ കോച്ചാണ് കേട്ടോ. ഇതിലാണ് നമ്മുടെ യാത്ര 3 ദിവസത്തേക്ക്. കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇവിടാണ് നമ്മുടെ ബെർത്ത്, സൈഡ് ലോവർ. പക്ഷേ നല്ല ചൂടാണ്. AC ഒന്നും ഓണാക്കിയിട്ടില്ല. നമ്മുടെ ബെർത്ത് ഇതാണ് കേട്ടോ, സൈഡ് ലോവർ 11. 2ാമത്തെ റോയിലാണ് എൻ്റെ സീറ്റ് വന്നിരിക്കുന്നത്. 11 സൈഡ് ലോവർ. ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം വഴിയേ പറയാം കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ നടത്തുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ട്രെയിൻ യാത്രയാണിത്. ഇത് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് വിവേകല്ലേ, നമ്മൾ സഞ്ചരിക്കുന്ന 2nd ലോങ്ങസ്റ്റ് റണ്ണിങ് ട്രെയിനാണ് അരുണൈ സൂപ്പർ ഫാസ്റ്റ്. ഒരുപാട് പറയാനുണ്ട് ഈ വണ്ടീനെ പറ്റിയിട്ട്. അതിന് മുമ്പ് നമുക്ക് 3 ദിവസം യൂസ് ചെയ്യേണ്ട വാഷ്റൂം ഒന്ന് നോക്കിയിട്ട് വരാം. കോച്ച് അകത്ത് വലിയ സീനൊന്നുമില്ല. വാഷ്റൂം എങ്ങനെ ഉണ്ടോ എന്തോ. വാഷ്റൂം കുഴപ്പമില്ല, ഓക്കെ എന്ന് പറയാം. എന്നാലും ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കൊള്ളാം കേട്ടോ. ഗൈസ്, കൂട്ടത്തിൽ കൊള്ളാമെന്ന് നമ്മുടെ കോച്ചായിരുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഉള്ള എക്കണമിയിലാണ്. ഇവിടെയാണ് മൊത്തം പാൻപരാഗിൻ്റെ കറ കേട്ടോ. നമുക്ക് ഇതെന്തോ കടി, ഇത് എന്തോ കോച്ച്, ഇത് ഒരുമാതിരി വല്ലാത്ത സ്മെല്ലും കാര്യങ്ങളൊക്കെ. നമുക്ക് ഭയങ്കര മോശം കേട്ടോ. എല്ലാം ഇവർ ഉള്ള നല്ല കാര്യം ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാ ബർത്ത്ഡേയും ബ്ലാങ്കറ്റും പില്ലും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെന്തായാലും കൊള്ളാം. ബാക്കി കോച്ചിൻ്റെ അവസ്ഥയൊക്കെ വൻ ശോകം കേട്ടോ. ഒട്ടും മെയിൻറ്റെയിൻഡ് അല്ല. എല്ലായിടത്തും ഈ പാൻബ്രാഗിൻ്റെ കറയാണ് എല്ലായിടത്തും കേട്ടോ. ഇത് കേട്ടോ, ഇതെല്ലാം അത് തന്നെയാണ്. പിന്നെ സ്ലീപ്പറിനകം ഞാൻ കാണിച്ചു തരാം. പുറം നോക്ക്, പുറം ഭയങ്കര ശോകമാണ്. അകത്തൊക്കെ എന്തുവാടോ എനിക്കറിയില്ല, അകത്തെന്തുവാ അത്. ഓ എൻ്റെ ദൈവമേ, എന്തുവാടേ ഇത്. ഇതിനകത്ത് ശരിക്കും ആൾക്കാരൊക്കെ കയറി തുടങ്ങുന്നത് എറണാകുളം, പാലക്കാട്, കോയമ്പത്തൂരൊക്കെ ആകുമ്പോഴാണ് കയറി തുടങ്ങുന്നത്. അതുവരെ കാലിയാണ് വണ്ടി. നമ്മുടെ അരുണ എക്സ്പ്രസിന്റെ ലോക്കോ കണ്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി വിടാൻ ഒരു 40 മിനിറ്റ് ഉണ്ട് കേട്ടോ. ഒറ്റ പിടിപ്പിക്കലായിരുന്നു വണ്ടിയുടെ, അറിയോ. അപ്പൊ ലോക്കോ ഒക്കെ പിടിപ്പിച്ചു. ഇനി 4:55 വണ്ടി ഇടന്ന് വിടുന്നത്. ഇനിയിപ്പോ ക്രൂ കട കയറിയാല് കറക്റ്റ് ടൈമിന് നമുക്ക് പുറപ്പെടാം. നമുക്കിതിന്റെ ജനറലിൽ കൂടെ ഒന്ന് ചുമ്മാ ഒന്ന് കയറിയിട്ട് വരാം. ഈ ജനറൽ ഇപ്പൊ വലിയ തിരക്കൊന്നുമില്ല, പക്ഷേ എറണാകുളം ഒക്കെ കഴിയുമ്പോഴേക്ക് നല്ല തിരക്ക് വരും കേട്ടോ. ഫുള്ള് നമ്മുടെ പയ്യന്മാരാണ്. എല്ലാരും എങ്ങോട്ടൊക്കെ പോകണമെന്നോ. എന്നാൽ ഇവർ ഈ പെയിന്റ് ബക്കറ്റിൽ എന്തായിരിക്കും കൊണ്ടുവന്നല്ലേ, ആർക്കറിയാം എന്താ കൊണ്ടുവന്നത്. എല്ലാവരുടെ കയ്യിലും ഒരു പെയിന്റ് ബക്കറ്റ് ഉണ്ടാവും കേട്ടോ. സീറ്റ് പിടിച്ചവരൊക്കെ ഭയങ്കര ലക്കിയാട്ടോ. ഈ വാഷ് ബേസിന്റെ അടിവശമൊക്കെ കണ്ടോ. ദൈവമേ, എന്തുപാട് ഈ ദിവസോ പാൻപരാഗ തൊപ്പി മൊത്തം റെഡ് കളർ ഇരിക്കുകയാണ്. വാഷ് ബേസും വൃത്തിയുണ്ട്. അതിപ്പോ കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളൂ, പേടിക്കണ്ട. വാഷ് ബേസിന്റെ അടിവശം കണ്ടോ. ദൈവമേ, നമ്മുടെ തിരുവനന്തപുരം കോച്ചിന്റെ പോലെ ആൾക്കാർ എന്തായാലും നല്ല അടിപൊളിയായിട്ട് വണ്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. താഴെ കടയിൽ വലിയ പൊടിയൊന്നുമില്ല. ഇത് എല്ലാം മറ്റേ ദീനദയാലു കോച്ചാണ്. എന്ന് വെച്ചാൽ ഇതേപോലെ ബർത്തുള്ള ടൈപ്പ് കോച്ചാണ്. അപ്പോൾ ഇവർക്ക് ഇതിന്റെ മുകളിൽ കയറി കിടക്കുകയും ചെയ്യാം. അതിന് മേളിൽ വേണം ഒരു 4-5 പേർക്ക് ഇരിക്കുകയും ചെയ്യാം. കുറേ തിരക്കൊക്കെ ആകുമ്പോഴേ കിടക്കാനൊന്നും ആരും സമ്മതിക്കൂല. കാരണം ആൾക്കാർക്ക് ഇരിക്കണ്ടേ. ഈ ഒരാൾ കിടന്ന ഇത്രയും സ്പേസ് മൊത്തം പോവല്ലേ. ഇതിന്റെ കോച്ച് കോമ്പസിഷൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതായത് ഇപ്പം ആദ്യം S2 വരെ വരും, പിന്നെ 2 എക്കണോമി ഉണ്ട്, പിന്നെ AC 2 ടയർ 3 ടയർ, അത് എന്താണ് പിന്നെ ബാക്കിയുള്ള സ്ലീപ്പർ വരുന്നത് കേട്ടോ. സാധാരണ വണ്ടികൾ നമ്മളങ്ങനെ കണ്ടിട്ടുള്ളത് ആദ്യം സ്ലീപ്പർ മാത്രം വരും, പിന്നെ അത് കഴിഞ്ഞാൽ AC വരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സാ. സ്ലീപ്പറും AC എല്ലാം മിക്സായിട്ട് ഇവർ കൊടുത്തേക്കുന്നത്. AC ഒക്കെ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. സ്ലീപ്പറൊക്കെയാണ് ഭയങ്കര മോശം. ഇതിന് ഫസ്റ്റ് AC ഒന്നുമില്ല കേട്ടോ. സെക്കൻഡ് AC, തേർഡ് AC എക്കണോമി, സ്ലീപ്പർ, ജനറൽ, ഇത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് AC ഇല്ല. ഇവിടുത്തെ അനൗൺസ്മെന്റിൽ സിൽച്ചർ അരുണ എക്സ്പ്രസ് എന്നൊന്നും പറയുന്നില്ല കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന് മാത്രമേ ഉള്ളൂ. അരുണ എന്നാണ് ശരിക്കുള്ള പേര്. അരുണ എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കോച്ച് ഉണ്ടല്ലോ, നമ്മുടെ കോച്ച് 2012 ഉണ്ടാക്കിയ ഒരു 2 ടയർ കോച്ചാണ്. എന്താ 2012 ഉണ്ടാക്കിയ ഒരു AC 2 ടയറാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വിൻഡോ ഒക്കെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ബ്ലാങ്കറ്റ് കണ്ടോ. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ ലംഡിങ് ഡിവിഷൻ. ശരിക്കും ഈ സിൽച്ചറൊക്കെ ഉള്ളത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ലംഡിങ് ഡിവിഷനിലാണ്. അപ്പോൾ അവരുടെ മറ്റേ ലിനൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പില്ലോ കണ്ടോ, ഇതുകൊണ്ട് ഒട്ടും കട്ടിയില്ല. ഇത്ര നീളത്തിലുള്ളൊരു ഇതിനകത്ത് എന്തോ ആർക്കറിയാം, ഷീറ്റ് പോലുണ്ട്. വലിയൊരു പില്ലോ കണ്ടോ. ഇതാണ് കമ്പിളി. കൊള്ളാം. 3 ദിവസം കിടക്കാനുള്ള ബെഡ് വിരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചാലും കൊള്ളാം കേട്ടോ. കോച്ചാണേലും ബെഡ്ഷീറ്റ് ആണെങ്കിലും കൊള്ളാം, കുഴപ്പമില്ല. ഷീറ്റാണേലും കൊള്ളാം കേട്ടോ. അങ്ങനെ വലിയ ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ചിലപ്പോൾ AC ആയതുകൊണ്ടായിരിക്കാം. AC എടുക്കാൻ പറ്റത്തുള്ളൂ, സ്ലീപ്പറൊന്നും പറ്റൂല. നമ്മുടെ വണ്ടിക്കകത്ത് കുറേ ബയ്യന്മാർ കയറിയിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡുള്ള ബയ്യന്മാരാണ്. ജോലിക്ക് പോകുന്നവരാണ്, പക്ഷെ നല്ല ഷൂസൊക്കെ ഇട്ട് ജീൻസൊക്കെ ഇട്ട് നല്ല അടിപൊളി ആൾക്കാരാണ് കയറിയിരിക്കുന്നത്.
അവരെല്ലാവരും കുറേ പേരൊക്കെ ഗുവാഹട്ടി അടുത്തിറങ്ങുന്ന ആൾക്കാരുണ്ട്. പിന്നെ ന്യൂ ജൽപൈഗുഡി, എല്ലാവരും ജൽപൈഗുഡി ഗുവാഹട്ടി ആ റേഞ്ച് ആകുമ്പോൾ ഇറങ്ങും. ആ ഒരു ഭാഗം ആകുമ്പോഴേക്കും വണ്ടി കാലിയാവും. മറ്റേ ചുഴലിക്കാറ്റിൻ്റെ സീൻ ഞാൻ പറഞ്ഞില്ല, അത് ഇന്ന് രാത്രി, ഞാനീ പോകുന്ന അന്ന് രാത്രിയാണ് ചുഴലിക്കാറ്റ് അടിക്കുന്നത്. അപ്പം നാളെ രാത്രിയാണ് നമ്മൾ വിശാഖപട്ടണം എത്തുന്നത്, ആ ഭാഗം എത്തുന്നത്. കുഴപ്പമൊന്നും ഇല്ലാതിരുന്നാൽ മതി, കുഴപ്പമുണ്ടെങ്കിൽ വണ്ടി ലേറ്റ് ആവും. കാരണം നമ്മൾ വെള്ളിയാഴ്ച വൈകിട്ട് 4:15 സിൽച്ചർ എത്തേണ്ടതാണ്. എപ്പോൾ എത്തുമെന്ന് ആർക്കറിയാം. കഴിഞ്ഞ ആഴ്ചയൊക്കെ എത്തി രാത്രി 10 മണിക്കാണ്. ഈ അരുണ എക്സ്പ്രസ് പണ്ട് ഓടിക്കൊണ്ടിരുന്ന എങ്ങനെയാണെന്ന് അറിയോ? പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് ഗുവാഹട്ടിയിലേക്ക് 2 ട്രെയിൻ ഉണ്ടായിരുന്നു, വീക്കിലി വണ്ടികൾ. അപ്പോൾ അത് 2 എണ്ണത്തിൽ ഒരെണ്ണമാണ് നമ്മുടെ അരുണൈ. അതാണ് പേര് മാറ്റിയിട്ട് അത് ഗുവാഹട്ടിയിൽ നിന്ന് മാറ്റി സിൽച്ചറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. മറ്റേത് ഇപ്പോൾ ട്രിവാൻഡ്രത്തോട്ട് വരുന്നില്ല. മറ്റേ വണ്ടിയാണ് കോയമ്പത്തൂർ സിൽച്ചാർ എക്സ്പ്രസ്. ഈ വണ്ടിയുടെ റേഷ്യറിംഗ് ഉള്ള വണ്ടി. അപ്പോൾ ആ 2 വണ്ടികളിൽ ഒരെണ്ണം ഇതാണ്, ഒരെണ്ണം കോയമ്പത്തൂർ സിൽച്ചാർ സൂപ്പർ ഫാസ്റ്റ്. ഈ അരുണ എന്ന വാക്കിന് അർത്ഥം എന്താണെന്നറിയോ? നമ്മുടെ ഇവിടെയൊക്കെ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുമ്പോൾ ഈ വിശിഷ്ടാതിഥികളൊക്കെ പൊന്നാട അണിയിക്കത്തില്ലേ, അതേപോലെ തന്നെ അസമീസ് കൾച്ചറിൽ അവർ അണിയിക്കുന്ന ഒരു സാധനമാണ് അരുണ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അവിടുത്തെ പൊന്നാടയുടെ പേരാണ് അരുണൈ. അപ്പോൾ ആ ഒരു പേരിലാണ് ഈ വണ്ടി അറിയപ്പെടുന്നത്. സിൽച്ചർ അസമിലാണുള്ളത്. അപ്പം അസം കൾച്ചറിൽ അവർ യൂസ് ചെയ്യുന്ന ആ ഒരു പൊന്നാടയുടെ പേരാണ് അരുണൈ. അപ്പോൾ ആ ഒരു പേരാണ് ഈ വണ്ടിക്ക് കിട്ടിയിരിക്കുന്നത്, അരുണൈ എക്സ്പ്രസ്. നമ്മുടെ വണ്ടി ഇങ്ങനെ കറക്റ്റ് 4:55 ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ സെക്കൻഡ് ലോങ്സ്റ്റ് റണ്ണിങ് ട്രെയിൻ അങ്ങനെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇനി ഈ വണ്ടി എന്തിന് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് 4:15 കേട്ടോ. 3 രാത്രി നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യാത്ര. എൻ്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ലോങ്ങസ്റ്റ് ഒരു യാത്ര നടത്തുന്നത്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് കറക്റ്റ് ടൈമിന് തന്നെ. ഇവിടെ നിന്ന് ഇത് കറക്റ്റ് 4 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ എത്തുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് വണ്ടി എടുത്താൽ അടുത്ത സ്റ്റോപ്പ് കൊല്ലം ജംഗ്ഷനിലാണ്. ഇതിന് അധികം സ്റ്റോപ്പൊന്നുമില്ല. കൊല്ലം കഴിഞ്ഞാൽ പിന്നെ കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം, എറണാകുളം, അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോപ്പുകൾ പോകുന്നത്. വണ്ടി ഇവിടെ നിന്ന് വിട്ട് നല്ല കത്തിക്കലാണ്, നല്ല വീട്ടിലാണ് പോകുന്നത്. 110 നമ്മുടെ കൊല്ലം വരെ. അപ്പം കൊല്ലത്തെത്തുന്ന 5:50 കേട്ടോ. ഈ യാത്രയുടെ നമ്മുടെ ചിലവ് എത്ര എന്നറിയോ? 4360 രൂപ. ഇവിടെ നിന്ന് സിൽച്ചർ വരെ 3921 കിലോമീറ്റർ. സെക്കൻഡ് എ സിക്ക് കേട്ടോ അത്രയും പൈസ. നമ്മുടെ അരുണ എക്സ്പ്രസ് അങ്ങനെ കൊല്ലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പക്ക ഓൺ ടൈമിനാണ് നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയുടെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ നേരെ സിൽച്ചർ പോവും. സിൽച്ചറിന് നമ്മൾ ദിബ്രുഗഡ് പോവും. ദിബ്രുഗഡ് 2 ദിവസം നിന്നിട്ട് നമ്മൾ ദിബ്രുഗഡ് പോകാൻ പോകുന്നത് ഇന്ത്യാസ് ലോങ്ങസ്റ്റ് റണ്ണിങ് ഡെയിലി എക്സ്പ്രസ് ട്രെയിനിലാണ്. അതേതെന്ന് ചോദിച്ചാൽ ദിബ്രുഗഡിൽ നിന്ന് ബിക്കാനീർ, ലാൽഗഡ് പോകുന്ന അവധ് അസം എക്സ്പ്രസ്സിനാണ്. അപ്പോൾ അതും ഇതുപോലെ 3 രാത്രി നീണ്ടിരിക്കുന്ന വലിയൊരു യാത്രയാണ്. ബിക്കാനീറിൽ നിന്നിട്ട് നമ്മൾ അടുത്ത ദിവസം മുംബൈ വഴി നാട്ടിലേക്ക് വരും. അങ്ങനെയാണ് ഈ യാത്രയുടെ ഒരു ഔട്ട്ലൈൻ വരുന്നത് കേട്ടോ. നമ്മൾ ഇന്ത്യ എന്ന് വലം വെക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ വലത്തെ അറ്റത്തോട് ഇങ്ങനെ കോസ്റ്റിൽ കൂടെ പോയി നോർത്ത് ഈസ്റ്റ് എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഇന്ത്യയുടെ മുകളിൽ കൂടെ ബീഹാർ വഴി ഡൽഹി വഴി നമ്മൾ ബിക്കാനീർ ചെല്ലും, ഏറ്റവും ഇടത്തെ അറ്റം. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുംബൈ വഴി കൊങ്കം വഴി നമ്മൾ നാട്ടിൽ വരും. കൊല്ലം ഔട്ടറിൽ കൊണ്ട് നമ്മുടെ വണ്ടി പിടിച്ചു കേട്ടോ. മുന്നിൽ മറ്റേ ഗാന്ധിധാം ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു വണ്ടി മുന്നിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പിടിച്ചേക്കുന്നത്. അരുണ എക്സ്പ്രസിന്റെ ഫസ്റ്റ് സ്റ്റോപ്പ് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം ജംഗ്ഷൻ കേട്ടോ. കൊല്ലം ജംഗ്ഷന്റെ പുതിയ ബിൽഡിംഗ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വിവേകിന്റെ അത്രയും തിരക്കൊന്നുമില്ലട്ടോ ഈ വണ്ടിയിൽ. അതെന്തായാലും വലിയ കാര്യമാണ്. ജനറലാണേലും വിവേകിന്റെ അത്ര ഒരു ഇടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വലിയ തിരക്കില്ല വിവേകിന്റെ അത്രയും. വേണ്ട ജനറലിൽ കയറുന്ന ആൾക്കാരൊക്കെ വളരെ കുറവല്ലേ ഇവിടെ കൊല്ലത്താണേലും. എന്തായാലും നമുക്ക് നമ്മൾ മുന്നോട്ട് പോയി നോക്കുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ തിരക്കുണ്ടോ ഇല്ലോ എന്നൊക്കെ. ഒരു സ്റ്റേഷനല്ലേ ആയുള്ളൂ. തിരക്കില്ലാത്ത വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവിടെ ബീഹാർ ആ ഭാഗത്ത് ഇപ്പോൾ ഒരു
ദീപാവലി പോലെ ചത്ത് പൂജ എന്നൊരു സംഭവം നടക്കുന്നുണ്ട്, ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ അതിന് 28-ാം തീയതി വരെ ചത്ത് പൂജയുണ്ട്. അപ്പോൾ 28-ാം തീയതി വരെ ബീഹാറിലേക്കായിരിക്കും തിരക്ക്. പിന്നെ അടുത്ത ദിവസങ്ങളിലെല്ലാം ബീഹാറിൽ നിന്ന് പുറത്തേക്കായിരിക്കും തിരക്ക്. അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റല്ലേ പോകുന്നത്, നമ്മൾ ബീഹാർ ആ ഭാഗത്തേക്കല്ലേ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരക്ക് കുറവായിരിക്കും. ഈ പോകുന്ന യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് ഞാൻ ശരിക്കും വിശാഖപട്ടണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ടുവേർഡ്സ് നോർത്ത് പോയിട്ടില്ല ട്രെയിനിൽ. ഫസ്റ്റ് ടൈമാണ്. അല്ലാതെ പോയിട്ടുണ്ട് ചേട്ടൻ്റെ കൂടെ IMB ട്രിപ്പൊക്കെ. പക്ഷേ ബൈ ട്രെയിൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മൾ കായംകുളം എത്താറുണ്ട്. കായംകുളം നമ്മൾ ഗുവാഹട്ടി അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും നമ്മൾ ട്രെയിനിൽ പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കാഴ്ചകളൊക്കെ കാണുന്നതൊക്കെ പുതുപുത്തൻ കാഴ്ചകളായിരിക്കും. ഒന്നും അറിയത്തില്ല എങ്ങനെയാണ് അവിടുത്തെ ട്രെയിനും ഓട്ടവും പരിപാടിയും ഒന്നും അറിയത്തില്ല. ഞാൻ കാണുന്ന ഫ്രഷ് ഫീലായിരിക്കും നിങ്ങളും കാണാൻ പോകുന്നത്. നമ്മൾ കായംകുളത്ത് എത്തുന്ന ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. കാരണം മൈസൂർ എക്സ്പ്രസിൻ്റെ പുറയിലിട്ട് നമ്മൾ ഉരുട്ടിയായിരുന്നു. ഇതുവരെ ഈ വണ്ടിയുടെ ജനറലൊന്നും വലിയ തിരക്കൊന്നുമില്ല. മീൻസ് നമ്മൾ ഈ വിവേകിൽ കാണുന്ന പോലത്തെ അത്രയും ഇടിയില്ലെന്ന് തോന്നുന്നു. നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. റിസർവ് ചെയ്ത് വരുന്ന ആൾക്കാരാണ് കൂടുതലും കേട്ടോ. ഇവരൊക്കെ റിസർവേഷനാണ്. സ്ലീപ്പറും തേർഡ് AC റിസർവ് ചെയ്ത് പോകുന്നവരാണ് കൂടുതൽ. ഞാൻ ഇത്രയും നാളെ ചെങ്ങന്നൂരുണ്ടായിട്ട് ആദ്യമായിട്ട് ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്ന കാണുന്ന കേട്ടോ. ഇത് മറ്റേ റെയിലില്ല, റെയിൽ കൊണ്ടുവന്ന ഗുഡ്സ് ട്രെയിനാണ്. റെയിൽ പാനൽ എന്ന് പറയും ഇതിന്. അപ്പോൾ ഇതിൽ റെയിൽ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. റെയിൽ എവിടെയൊക്കെ കൊണ്ടിടാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് കേട്ടോ റെയിൽ പാനൽ ഗുഡ്സ് ട്രെയിൻ. എക്സ്പ്രസ്സും അരുണ എക്സ്പ്രസ്സും കൂടെ ഒരുമിച്ച് കണ്ടുമുട്ടുകയുണ്ട്. ഇപ്പോൾ തിരുവല്ലയായി. നമ്മൾ വിവേകാണ് അപ്പുറത്തോടെ പോകുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് ലോങ്കസ്റ്റ് വണ്ടിയും ഇന്ത്യ സെക്കൻഡ് ലോങ്കസ്റ്റ് വണ്ടിയും കൂടെ ഒരുമിച്ച് കണ്ടുമുട്ടി. അടിപൊളിയായിരുന്നു അല്ലേ? തിരുവല്ലയിൽ അത്യാവശ്യം ആള് കയറാറുണ്ട് നമ്മുടെ വണ്ടിയിൽ കേട്ടോ. പക്ഷെ എന്നാലും വിവേകിൻ്റെ അത്ര ഒന്നും തിരക്കില്ല ഈ വണ്ടിയിൽ. അതെന്തായാലും എനിക്കിപ്പോൾ ശരിക്കും മനസ്സിലായി. അത്രയൊന്നും ആള് കയറുന്നൊന്നുമില്ല ഈ വണ്ടിയിൽ. നമ്മൾ ട്രെയിനിൽ നിന്ന് മാക്സിമം ഫുഡ് ഒഴിവാക്കാനാണ് നോക്കുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിലൊന്നും ഫുഡ് ഡെലിവറി കാണുമെന്ന് തോന്നുന്നില്ല. എന്തായാലും മാക്സിമം പുറത്തുനിന്ന് വാങ്ങിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിലെ ഫുഡൊന്നും എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും നമുക്കറിയില്ല. സൂപ്പർഫാസ്റ്റ് അങ്ങനെ 8:05 ആയപ്പോഴേക്കും കോട്ടയത്തെത്തി. ഒരു അരമണിക്കൂർ ലേറ്റാണ്. മറ്റേ സൈക്ലോൺ മൊണ്ട ഇല്ലേ, അതിൻ്റെ എഫക്റ്റ് ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ട്. നല്ല മഴയുണ്ട് ഇവിടെയും. നമ്മൾ നാളെ പോകുമ്പോഴൊക്കെ നല്ല കിടലും മഴയായിരിക്കും. നോക്കിയോ, എൻ്റെ അവിടെ സൈഡപ്പറിലുള്ള ആൾക്കാരും പിന്നെ അപ്പുറത്തുള്ള എല്ലാവരും കയറുന്നത് കോയമ്പത്തൂർ നിന്നാണ്. രാത്രി 1:30 എത്തും. യാത്ര തുടങ്ങി എത്ര ഒരു 4 മണിക്കൂറെങ്ങാണ്ട് ആയതേ ഉള്ളൂ. അപ്പോഴേക്കും വാഷ് ബേസിൻ ക്ലോഗ് ആയി കണ്ടോ. ഇത് എൻ്റെ തൊട്ടപ്പുറത്തെ A1 കോച്ചിലെ അവസ്ഥയാണ്. ആരാണ്ടോ കഴിച്ചിട്ടേ വേസ്റ്റ് കൊണ്ടിനകത്ത് ഇട്ടിട്ട് പോയതാണ്. എന്നാൽ ഇതിൻ്റെ താഴെ ഇടണം എന്നുള്ള ആ ഒരു ബോധം ഇല്ല ആൾക്കാർക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാൻ നമുക്ക്. അതിനകത്ത് ഇട്ടിട്ട് അത് മൊത്തം ബ്ലോക്കായി പോരെ. ഇനി ഇപ്പം മേനത്ത് ആൾക്കാർ വെള്ളം കഴുകി ആ വെള്ളമല്ല ഇവിടെ മൊത്തം ആവും. ഇതാണ് കോമൺ സെൻസ് ഇല്ല, അല്ലെങ്കിൽ ബുദ്ധി ഇല്ല എന്ന് പറയത്തില്ല. ഇതാണ് അവസ്ഥ. അതിനകത്തിട്ട പോകത്തില്ലെന്ന് ഒരു സാമാന്യ ബോധം വേണ്ട. അതിനകത്തിട്ട താഴോട്ട് പോകത്തില്ലെന്ന് ഇത്രയ്ക്ക് ബോധമില്ലാത്ത ആൾക്കാരൊക്കെ നോക്കുമ്പോഴാണ്. ആരാണ്ട് ചെയ്ത പണിയാണ്. അങ്ങനെ 4 മണിക്കൂറിന് ശേഷം നമ്മളങ്ങനെ എറണാകുളം ടൗണിലേക്ക് കയറുകയാണ്. നല്ല ആൾക്കാരുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ അരുണ എക്സ്പ്രസ്സിന് കയറാൻ വേണ്ടിയിട്ട്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 125007 തിരുവനന്തപുരത്തു നിന്നും പാലക്കാട്, വിജയവാഡ, വിശാഖപട്ടണം, ഗുവാഹട്ടി വഴി സിൽച്ചാർ വരെ പോകുന്ന തിരുവനന്തപുരം സിൽച്ചാർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എറണാകുളം ടൗൺ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. എറണാകുളം ടൗണിൽ എത്തുന്ന ഒരു 10-15 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പുതിയ ക്രൂ ആണ് നമ്മുടെ വണ്ടി കയറിയത്. അവർ കയറിയപ്പോൾ വണ്ടി ഇവിടെ നിന്ന് എടുത്ത്. ഇപ്പോൾ സമയം 9:20 ഞാൻ എറണാകുളത്ത് നിന്ന് ഭക്ഷണം വാങ്ങിച്ചായിരുന്നു. നല്ല ചൂട് പൊറോട്ടയും
ബീഫ് മേടിച്ചായിരുന്നു, കാണിച്ചുതരാം. കേരളത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ തനത് ഭക്ഷണമായ ഇത് കഴിച്ചില്ലേ പിന്നെ എങ്ങനെയല്ലേ. ഇനിയിപ്പോൾ കുറച്ചാൾ കയറി കഴിക്കാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ. പൊറോട്ടയുടെ ഒരു കഷ്ണം ഇങ്ങനെ എടുത്ത് ആ ഒരു ബീഫിൻ്റെ ഒരു കുഞ്ഞൊരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വായിക്കാത്തോട്ട് ഇങ്ങനെ സ്വർഗം. സെക്കൻഡ് AC നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ടവൽ കിട്ടും കേട്ടോ, നല്ല വലിയ ടവലാണ്. ടവൽ ചോദിച്ച് മേടിക്കണം, ചിലപ്പോൾ അവർ കൊണ്ട് തരും, അങ്ങനെ നമ്മൾ ചോദിച്ച് മേടിക്കണം. സാധാരണ നമ്മൾ കയറി കിടന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ടവലാണ് കേട്ടോ. ആയപ്പോഴേക്കും നമ്മൾ തൃശ്ശൂർ എത്തി. അപ്പോൾ ഇപ്പുറത്ത് നടക്കുന്നത് ഓക്ക എറണാകുളം എക്സ്പ്രസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അരണി എക്സ്പ്രസ്സിലെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ തുടങ്ങുവാണ്. 1, 2, 3 രാത്രി ഈ വണ്ടി കിടന്നുറങ്ങണം. അപ്പോൾ അരണയിലെ ഫസ്റ്റ് നൈറ്റാണിത്. രാവിലെ നമ്മൾ എണീക്കുമ്പോൾ മിക്കവാറും ജോളാർപേട്ട ആ ഭാഗമൊക്കെ എത്തും. അപ്പോൾ രാവിലെ കാണാം. രാത്രി കോയമ്പത്തൂരാകുമ്പോൾ എൻ്റെ മുകളിലുള്ള ആൾക്കാർ അപ്പുറത്തെല്ലാവരും കയറും. അപ്പോൾ വണ്ടിക്കകത്ത് മൊത്തം ബഹളമായിരിക്കും, രസമായിരിക്കും. ഗുഡ് മോർണിംഗ് ഗൈസ്, നമ്മുടെ അരുണ എക്സ്പ്രസ്സിലെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പം അവിടെ എന്താ വെച്ചാൽ ജോളാർപേട്ടയൊക്കെ കഴിഞ്ഞ് കാറ്റ്പാടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാറ്റ്പാടി വെച്ചിട്ട് അതിൻ്റെ രാവിലത്തെ ഭക്ഷണം IRCTC വഴി വന്നിട്ടുണ്ട്, സൊമാറ്റോ ഇല്ല കേട്ടോ. അപ്പം നമ്മൾ 130 km/h ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രാത്രി കോയമ്പത്തൂരായപ്പോൾ കുറേ പയ്യന്മാരൊക്കെ കയറി, ലൈറ്റൊന്നും ഇട്ടില്ല, അപ്പോൾ അലയും വിളിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കയറി അവർ കയറി കിടന്നുറങ്ങി. വണ്ടി ഇപ്പോൾ ഫുള്ളാണ്. ഇനിയിപ്പം ഇവരെല്ലാവരും ഇറങ്ങുമ്പോൾ ഗുവാഹട്ടി ആ ഒരു ഭാഗമൊക്കെ ആവും. അതായത് നമ്മൾ സിൽച്ചറെത്തുന്ന അന്ന് വെളുപ്പിന് മറ്റേ സൈക്ലോൺ മൊൻതെ ഉണ്ടല്ലോ, അത് ലാൻഡിൽ കയറിയിട്ടുണ്ട്. ഇതിലായിട്ടും പ്രശ്നമൊന്നുമില്ല. അപ്പം ട്രെയിനൊക്കെ പോയിരിക്കും. ഓക്കെ, ഞാൻ രാവിലെ എണീറ്റ് ബാത്റൂമിൽ പോയിട്ട് വലിയ സീനില്ല. ഇപ്പോൾ ബാത്റൂം മോശമായിട്ട് വരുന്നുണ്ട്, എന്താവോ എന്തോ. കുറേ വണ്ടി ഫുള്ളാണ് കേട്ടോ. എൻ്റെ തൊട്ടപ്പുറത്തെ 3rd AC ആണ്, ആ സൈഡിലാണെങ്കിൽ 2nd AC. എൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ശരിക്കും എൻ്റെ 2nd AC വന്നിരിക്കുന്നത് ശരിക്കും വണ്ടിയുടെ നടുക്കായിട്ടാണ്, അതുകൊണ്ട് സീനില്ല. അല്ല ജനറലിൻ്റെ അടുത്തൊക്കെയാണ് പെട്ട് വരുന്നത്. വിവേകൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് കാറ്റ്പാടിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് മറ്റേ റേണികുന്ത വഴിയാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ വണ്ടി അങ്ങനെയല്ല. നമ്മുടെ വണ്ടി നേരെ പോയിട്ട് പെരുമ്പൂർന്ന് അവിടെ നിന്ന് ചെന്നൈ പോകും. പെരുമ്പൂർന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് വിജയവാഡ ഭാഗത്തേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയിൽ ആരും കയറില്ല, കാരണം കയറാനുള്ളവരെല്ലാം നമ്മുടെ അവിടെ നിന്ന് തന്നെയാണ് കയറിയിരിക്കുന്നത്. കോയമ്പത്തൂർ വരെ ആൾക്കാർ കയറി വണ്ടി ഫുള്ളായിട്ടുണ്ട്. IRCTC ഫുഡ് കോൺട്രാക്റ്റിൽ ഒരു ഇഡ്ഡലി വട ഓർഡർ ചെയ്തത്, പക്ഷേ അതിൻ്റെ പൊടി പോലും കാണുന്നില്ല. അതിൻ്റെ ഒരു അപ്ഡേറ്റ് എനിക്ക് വന്നില്ല കേട്ടോ. അപ്പം മിക്കവാറും ഇവിടെ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരും. നമ്മുടെ അരുണ എക്സ്പ്രസ്സിന് ഇവിടെ കാറ്റ്പാടിയിൽ 20 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. അതെന്തിനാണെന്നറിയോ, ഇവിടെ ക്രൂ ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുകൊണ്ട് ഇവിടെ കോച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, പുറത്തൂടെ ക്ലീൻ ചെയ്യുന്നുണ്ട്, പിന്നെ വെള്ളം നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി 20 മിനിറ്റ് ഹോൾട്ട് ഉണ്ട് ഇവിടെ. അപ്പം 7:05 നമ്മളിവിടെ എത്തിയത്. 7:25 ഇവിടെ നിന്ന് എടുക്കത്തുള്ളൂ. കറക്റ്റ് ടൈമിനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ഈ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇവിടെ നിന്ന് മറ്റേ വേസ്റ്റ് ബിന്നിൽ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവർ തന്നെ പോകുന്നുണ്ട്. നമ്മളവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്ന വണ്ടികൾക്കൊക്കെ സേലം ഈറോഡാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പോകുമ്പോൾ എനിക്കൊന്ന് കാറ്റ്പാടിയിലൊന്നും ചെയ്യുന്നത്. അവർ മറ്റേ പുറത്തെല്ലാം AC പുറത്തെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും, പിന്നെ ടോയ്ലറ്റ് ഒന്ന് ക്ലീൻ ചെയ്യും മറ്റേ മെഷീൻ വെച്ചിട്ട്. അതാണ് ചെയ്യുന്നത്, വേറൊന്നുമല്ല. പിന്നെ വെള്ളം നിറയ്ക്കും. വെള്ളമൊക്കെ നിറച്ച് കഴിയുമ്പോൾ വണ്ടി വിടും. ഒരു 2 മിനിറ്റിനുള്ളിൽ വണ്ടി വിടും. നമ്മൾ സഞ്ചരിക്കുന്ന അരുണ എക്സ്പ്രസ് ഉണ്ടല്ലോ, ഇന്ത്യ 2nd ലോങ്ങസ്റ്റ് വണ്ടി കവർ ചെയ്യുന്നത് 8 സംസ്ഥാനമാണ്. കേരളം വിട്ടാൽ തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, അസം, ഇത്രയും സംസ്ഥാനങ്ങളാണ് ഈ വണ്ടി കവർ ചെയ്യുന്നത്. ഈ വണ്ടി പെരുമ്പൂർ എത്തുന്നത് 9:10 9:10 അവിടെ നിന്ന് വിട്ടാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് ഉച്ചയ്ക്ക് 1:30 അതോ ഒങ്കോൾ വരെ. ഇത്രയും പേര് നിർത്താതെ പോകും.
വിചാരിക്കും ഇവന് സ്ലീപ്പറിൽ പോയിക്കൂടെ, ജനറലിൽ പോയിക്കൂടെ, കുറേ പേര് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളോട് സൂക്ഷിക്കണമല്ലോ. വിലപിടിപ്പുള്ള സാധനങ്ങളാണ് കയ്യിലുള്ളത്. ഒന്നാമത് ഫോണ്, പിന്നെ ലാപ്ടോപ്പ്. എന്തിനാണ് വെറുതെ അവിടെ പോയി പണി ഇരന്ന് വാങ്ങിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ടാണ് ഞാൻ 2 ടയർ എടുത്തത്. 2 ടയർ ആകുമ്പോൾ കുറച്ച് സേഫാണ്. ഇതിനകത്തുള്ള ആൾക്കാരാണെങ്കിലും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഓരോ റൂട്ടും ഓരോ വണ്ടിയും കണ്ടാൽ അറിയാം ഏത് വണ്ടിക്കാണ് സ്ലീപ്പർ എടുക്കേണ്ടത്. അതനുസരിച്ചാണ് സ്ലീപ്പർ എടുക്കുന്നത്. ചിലതൊന്നും എടുത്താൽ പറ്റൂല, അതുകൊണ്ടാണ് സ്ലീപ്പർ എടുക്കാത്തത്. നമ്മൾ 2ാമത്തെ തവണയാണ് ഇപ്പോൾ വിവേക് കാണുന്നുണ്ടോ. ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് പോകുന്നത് കണ്ട. നമ്മൾ ഇന്നലെ തിരുവല്ല വെച്ച് കണ്ടു. ഇപ്പോൾ നമ്മൾ കണ്ട് കാറ്റ്പാടി എപ്പോഴും കണ്ടു കണ്ട വിവേകും സിൽച്ചർ അരണയും. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ ബാംഗ്ലൂരിൽ നിന്ന് ബീഹാർ, ബംഗാൾ ഭാഗത്തേക്ക് പോകുന്ന കുറേ മറ്റേ അമൃത ഭാരത് അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം റീഷെഡ്യൂൾഡായിരുന്നു. 12 മണിക്കൂറൊക്കെ റീഷെഡ്യൂൾഡായിരുന്നേ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ മറ്റേ സൈക്ലോൺ മൊണ്ട ഇന്നലെ രാത്രിയിലാണ് ഇവിടെ അടിച്ചത്. ഞാൻ ഈ വീഡിയോ ഇടുന്ന കുറച്ച് ഡിലേ ആയിട്ടാണ്. അപ്പോൾ ആ സൈക്ലോൺ അടിക്കുന്ന സമയത്ത് പാസ്സാവേണ്ട വണ്ടികളായിരുന്നു ഇത്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ വണ്ടികളെല്ലാം അതനുസരിച്ച് റീഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ ആ ഒരു ഭാഗത്തൂടെ ഈ വണ്ടികൾ രാവിലെ പോകുന്ന രീതിയിലാക്കി. അപ്പോൾ അതുകൊണ്ട് റീഷെഡ്യൂളായി പോയ വണ്ടികളൊക്കെ കുറേ മുന്നിലൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം 12 മണിക്കൂർ റീഷെഡ്യൂൾഡാണ്. അതിൻ്റെ പുറകിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രയോറിറ്റി കിട്ടുന്നത് അറിയത്തില്ല. അത് കുറച്ച് മുന്നിലാണ്, പക്ഷെ നമ്മൾ ഓടിപ്പിടിക്കുകയായിരിക്കും. അറിയത്തില്ല എങ്ങനെ, നോക്കാം. ഞാൻ അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല, കാരണം പണി കിട്ടും. ഉച്ചക്കത്തെ ഫുഡ് ഒങ്കോളിന് പറഞ്ഞിട്ടുണ്ട്. രാത്രിത്തെ ഫുഡ് ഞാൻ കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല, കാരണം ഇത് എങ്ങനെയാണ് ഓടി എത്തുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ആ ഭാഗത്ത് എന്തെങ്കിലും മഴയായിരിക്കും, ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ലെറ്റ്സ് വെയിറ്റ്. ഇപ്പം പോയത് 3.25 മണിക്കൂർ ലേറ്റ് ആയിട്ട് വരുന്ന ഗോഹട്ടി SMBT ബംഗളൂരു സൂപ്പർ ഫാസ്റ്റ് ആണ്. നിങ്ങൾ ആരക്കോട് എത്തുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ലൈൻ വരുന്നത് കണ്ടോ. ഇത് ചെങ്കൽപ്പെട്ടെന്ന് വരുന്ന ലൈനാണ്. ഈ ചെങ്കൽപ്പെട്ടെന്നൊക്കെ ലോക്കൽ ട്രെയിനൊക്കെ ഇതേപോലെ ഈ ലൈനിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ചെങ്കൽപ്പെട്ടെന്ന് ആരക്കോണത്തേക്ക് വരുന്ന ലൈനാണ് ഈ കാണുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിൽ ഉണ്ടാക്കിയാണ്, പഞ്ചാബിൽ. ജൂൺ 2012 ഉണ്ടാക്കിയ ഒരു പഴയ കോച്ചാണ്. 13 കൊല്ലം പഴക്കമുള്ള ഒരു കോച്ചാണ് കേട്ടോ. ഈസ്റ്റ് സെൻട്രൽ സോണിന്റെ കോച്ചായിരുന്നു. അതാണ് ഈസി എന്ന് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് വല്ല ട്രാൻസ്ഫർ ആയതോ അല്ലെങ്കിൽ അടിച്ചു മാറ്റിയ വല്ല കോച്ചായിരിക്കും. നമ്മളെന്തായാലും ആ സൈക്ലോണിന്റെ കയ്യിൽ നിന്ന് എന്തോ ഭാഗ്യത്തിലാണ് രക്ഷപ്പെട്ടത്. ആ സൈക്ലോൺ പാസ്സാകുന്ന അന്ന് പുറപ്പെട്ട വിവേകൊക്കെ മറ്റേ വിജയവാഡയിൽ നിന്ന് പൽഗർഷ ആ വഴിയൊക്കെ ഇറങ്ങിത്തിരിഞ്ഞാണ് പോകുന്നത്. ഭയങ്കര ലോങ് റൂട്ടാണ് അത്. എന്തോ ഭാഗ്യത്തിന് എസ്കേപ്പ് ആയി. ഇവിടെ ആരക്കോൺ ഔട്ടറി കൊണ്ട് പിടിച്ചിട്ടേക്കാണ്. ഏതോ വണ്ടിയൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടോ. കോയമ്പത്തൂർ എന്ന ശതാബ്ദിയാണ് ഇപ്പം ആ ഇടിമിന്നൽ പോലെ പോയത് കേട്ടോ. ഇവിടെ ഔട്ടറി കൊണ്ട് ഒരു 10-15 മിനിറ്റ് പിടിച്ചിട്ടുണ്ട്. നമ്മളൊരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇവിടെ കയറുന്നത് കേട്ടോ ആരക്കോണം. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരത്തെ കയറണാണ്. അതിൻ്റെ അത്രയും നേരത്തെ നമ്മൾ വന്നതാണ്. ഇപ്പം ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ഡബിൾ ഡെക്കർ എക്സ്പ്രസ് വരും, കാണിച്ചു തരാവേ. ഡബിൾ ഡക്കർ നീല ചെയർക്കാർ കൊടുത്തേക്ക് എന്തായാലും ഭയങ്കര മോശം പരിപാടി കേട്ടോ. ഇതിൽ ചെയർക്കാർ കൊടുത്തതിന് മോശം. ഞാൻ കാറ്റ്പാടിയിൽ നിന്ന് മേടിച്ച ഇഡ്ഡലി കേട്ടോ. കാക്കാഷിനുള്ളിൽ കേട്ടോ, ഒരു വികാരമില്ല, ഒന്നുമില്ല. എന്ത് വൃത്തിയായിട്ട് സാധനമാണോ. ഇഡ്ഡലി തന്നെയാണോ? ഇഡ്ഡലിയുടെ മാവൊന്നും അല്ല, വേറെന്തോ മാവാണ്. ഉഴുന്ന മാവൊന്നും അല്ല, കൊള്ളൂല കേട്ടോ. ഇതിലെ പാൻട്രിയിലെ ആൾക്കാർക്ക് എന്തോ തലയ്ക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. 9 മണിയായി ഇപ്പോൾ സമയം. എന്താണ്ട് 9 മണി. 9:02. 9 മണിയായപ്പോൾ ബിരിയാണി കൊണ്ടുപോകുന്നു. ചിക്കൻ ബിരിയാണി, അണ്ട ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട്. രാവിലെ ആരുടെ ബിരിയാണി ഇരിക്കുന്നത്? 6:00 നാസ്ത കൊണ്ടുപോയത് രാവിലെ. പൂരി ബാജി എന്നും പറഞ്ഞുകൊണ്ട്
എന്തുവാ ഇത്? 9 മണിയൊക്കെ ബിരിയാണി കൊണ്ടുവന്നത്. നമ്മൾ പോകുന്ന അസമൊക്കെ ഉണ്ടല്ലോ, അവിടെ നേരം വെളുക്കും, നേരെ ഇരുട്ടും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. 4 മണിയൊക്കെ ആകുമ്പോൾ നേരെ ഇരുട്ടാവും. പിന്നെ വെളുപ്പിന് 5:30 ആകുമ്പോൾ നേരം വെളുക്കുകയും ചെയ്യും. അവിടെ അങ്ങനെയാണ് അസം ആ ഭാഗത്തൊക്കെ. അയ്യോ, അങ്ങനെയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഈ പാൻഡ്രയുടെ സീൻ ഇത് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ആയപ്പോൾ ഇവർ 6:30 ആയപ്പോൾ നാസ്ത കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പോൾ 9 ഇപ്പം ബിരിയാണി. ഇതേപോലെ സെയിം കാര്യമാണ്. ഞാനന്ന് IPL കാണാൻ വേണ്ടി ഇവിടെ പോയില്ലായിരുന്നു, മറ്റേ ഓക്ക എക്സ്പ്രസ്സിന് വരെ അഹമ്മദാബാദ്. അപ്പോൾ പോയിട്ട് തിരിച്ചു വരാൻ ഇതേപോലെ സംഭവം ഉണ്ടായി. അതായത് രാവിലെ 6:30 സമയത്തെങ്ങാണ്ട് പനവേലെത്തിയപ്പോൾ ടണ്ടാ പാനി എന്ന് പറഞ്ഞിട്ട് രാവിലെ നല്ല മഴ പെയ്ത് നല്ല തണുപ്പ പുറത്ത്. ടണ്ടാ പാനി എന്ന് പറഞ്ഞിട്ട് രാവിലെ 6 മണിക്ക് പാരി ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ഒരു നേരമില്ലാത്ത നേരത്തൊക്കെ ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് നല്ല ചൂടാ. ഉച്ചയ്ക്ക് ചായ ഉണ്ടായിരുന്നു, നട്ടുച്ചയ്ക്ക് ചായ. രാത്രി കോഴിക്കോടൊക്കെ മഴയൊക്കെ പെയ്ത് നല്ല തണുത്തിരിക്കുക. അപ്പോഴേക്കും പുറത്തുനിന്ന് ഒരു പുള്ളി വന്നിട്ട് സംഭാരം എന്ന് പറഞ്ഞ തണുത്ത സംഭാരം. എന്തൊക്കെ മൾട്ടിവേഴ്സ് ആൾക്കാരത് വെക്കണേ, കളിയാക്കുമല്ലോ കേട്ടോ. രസമാണ് ഇതൊക്കെ. ഇത് 9 മണിക്കൊക്കെ ബിരിയാണി ഉണ്ടെന്ന് ആര് കഴിക്കാൻ എനിക്കറിയത്തില്ല. കഴിക്കുന്നുണ്ടാകും കേട്ടോ. ഇനി അസംബ്ലി ടൈമിംഗ് വെച്ച് കൊണ്ടുവന്നാണോ അറിയത്തില്ല കേട്ടോ. രാവിലെ 9 മണിക്കൊക്കെ ബിരിയാണി. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ 12 മണിയാകുമ്പോൾ ഡിന്നർ കൊണ്ട് തരുവാണെങ്കിൽ എൻ്റെ അമ്മമാർ വേണേൽ കിടന്ന് ഉറങ്ങും. അങ്ങനത്തെ ടീമൊക്കെയാണ്. അങ്ങനെ അരുണൈ സൂപ്പർ ഫാസ്റ്റ് ഇങ്ങനെ പെരമ്പൂർ എത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ആ ട്രെയിൻ സ്പോട്ടിങ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചത് പെരമ്പൂർ സ്റ്റേഷൻ അവസ്ഥ ഭയങ്കര സുഖമാണ് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് പെരമ്പൂർ ഇറങ്ങാൻ വേണ്ടി കുറേ മലയാളികളൊക്കെ കയറിയായിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഇറങ്ങി കേട്ടോ. ഇനി നമ്മുടെ കോച്ചിൽ മലയാളികൾ ആരുമില്ലെന്നാണ് തോന്നുന്നത്. എൻ്റെ കോച്ചിൽ ആരുമില്ല. ചിലപ്പോൾ വണ്ടിയിലായാലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പെരമ്പൂർ പോകേണ്ടവർക്കൊക്കെ ഈ വണ്ടി വേണേൽ ചൂസ് ചെയ്യാം. AC ഒക്കെ നല്ല കേട്ടോ, സെക്കൻഡ് AC ഒക്കെ നല്ല. ഇനിയിപ്പോൾ ഈ വണ്ടി നിർത്തുന്ന ഉച്ചയ്ക്ക് 1:40 അത്രയും നേരം നോൺ സ്റ്റോപ്പാണ്. ഇപ്പോൾ സമയം 9:25 10, 11, 12, 1:30 4 മണിക്കൂർ നോൺ സ്റ്റോപ്പ്. ഇവിടെ വേണ്ട റൈറ്റിലേക്ക് കിടക്കുന്ന ട്രാക്കാണ് ശരിക്കും സെൻട്രലിലേക്ക് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ ഇനി വിജയവാഡ ലൈനിലേക്ക് കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെന്നൈ ബൈപ്പാസ് ആണ്. അപ്പോൾ ചെന്നൈ കയറാതെ നേരെ വിജയവാഡ പോകുന്ന ലൈനാണിത്. നമ്മുടെ എറണാകുളം പട്ന എക്സ്പ്രസ് പിന്നെ ടാറ്റാ നഗറൊക്കെ ഈ വഴിയാണ് വരുന്നത്. നമ്മളും ഈ വഴി ഇപ്പോൾ പോകുന്നുണ്ടാ. ഇവിടെ നമ്മളിനി നേരെ പയ്യെ ബൈപ്പാസ് അടിച്ച് ആ ചെന്നൈ വിജയവാഡ ലൈനിൽ പോയി കയറും. ഏതോ ചെളി പിടിച്ചൊരു WPS കണ്ടോ, ഗാസിയാബാദിന് കണ്ടോ. ഏതാ വണ്ടി എന്ന് അറിയത്തില്ല. നമ്മുടെ സംഘമിത്ര സൂപ്പർ ഫാസ്റ്റ് കേട്ടോ. ഈ വണ്ടി ഇപ്പോൾ എത്ര തവണ കണ്ടത് എനിക്കെന്നെ അറിയത്തില്ല. ദാനാപൂർന്ന് SMBT ബംഗളൂർക്ക് പോകുന്ന സംഘമിത്ര എക്സ്പ്രസ് കണ്ടാ. ഇത് വലിയ തിരക്കുന്നില്ല. ഇത് വലിയ തിരക്കൊന്നുമില്ല ജനറലൊന്നും. ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും മിക്കവാറും. ഇനി നമ്മൾ കാണാൻ പോകുന്നല്ല ഇതേപോലെ ബീഹാർ, ബംഗാൾ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വണ്ടികളായിരിക്കും. കാരണം ഈ റൂട്ടിൽ ഏറ്റവും കൂടുതലുള്ള ആ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളാണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ചെന്നൈ സെൻട്രലിൽ നിന്ന് വിജയവാഡ പോകുന്ന ലൈന്, പിന്നെ നമ്മൾ പോകുന്ന ലൈന്, പിന്നെ വേറെ ചെന്നൈ ബീച്ചിൽ നിന്ന് വരുന്ന ലൈനും കൂടെ ഉണ്ട്. ഈ ലൈനെല്ലാം കൂടെ നമ്മൾ മാപ്പിൽ കൂടെ നോക്കുമ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് കാണുന്നത് കേട്ടോ. നടുക്കൂടെ അങ്ങോട്ട്, മുകളിൽ നിന്ന് താഴോട്ട്, എങ്ങോട്ടൊക്കെ ലൈനല്ലേ. ഈ ലൈനൊക്കെ കാണാൻ കിടക്കുന്നുള്ളൂ. നമ്മളാ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോട്ടൊന്ന് പോട്ടെ. ഇഷ്ടം പോലെ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഈ വരുന്ന ലൈനാണ് ചെന്നൈ സെൻട്രലിൽ നിന്നും വരുന്ന ലൈൻ കേട്ടോ. പിന്നെ അപ്പുറത്തെ ലൈനാണ് മറ്റേ ചെന്നൈ ബീച്ചിൽ നിന്ന് വരുന്ന ലൈൻ. ഇത് ചെന്നൈ സെൻട്രലിൽ നിന്ന് വരുന്ന ലൈൻ, അത് ചെന്നൈ ബീച്ച് ആ ഭാഗത്ത് നിന്ന് വരുന്ന ലൈൻ. ഈ ചില വണ്ടികളുണ്ട് കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈ എഗ്മോർ വഴി, ചെന്നൈ സെൻട്രലിൽ കയറാതെ ചെന്നൈ എഗ്മോർ വഴി വരുന്ന വണ്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ ആ ലൈനിൽ കൂടെ വരും. ഇത് സെൻട്രലിൽ നിന്ന് വരുന്ന ലൈൻ, സെൻട്രലിൽ നിന്ന് വിട്ട് വിജയവാഡ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ വരുന്ന ലൈൻ. നമ്മൾ അതുകൊണ്ട് പെരുമ്പൂർ വഴി വരുന്ന ലൈൻ. അങ്ങനെ 3 ലൈൻസ് ആണ് ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നത് കണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ ലൈനിൽ കയറും. ഈ 3 ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട്. ആ സ്റ്റേഷന്റെ പേരാണ് കുറുക്കുപേട്ട്. ചുഴലിക്കാറ്റ് കാരണം ഇവിടെ മഴ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മഴയില്ലൊരു കുന്തമില്ല. നോക്കും നല്ല വെയിലാണ്ടോ. ചെന്നൈയിലൊക്കെ മഴ പെയ്യെന്നൊക്കെ പറഞ്ഞ വാർത്ത ഉണ്ടായിരുന്നു. നല്ല വെയിലാണ് ഇവിടെ. മഴ പെയ്യിട്ട് ദിവസങ്ങളായിരുന്നു കണ്ടിട്ട്. നമ്മുടെ തിരുവനന്തപുരം മെയിനിലെ റേക്കാട്ടോ ഇത്. എവിടെ ഇത് ഏതോ സ്റ്റേഷൻ്റെ അടുത്ത് കൊണ്ടിട്ടേക്കും കേട്ടോ.
ട്രിവാൻഡ്രം മെയിൽ റേക്ക് കണ്ട. ഇത് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടേ ഇതിപ്പോൾ മിക്കവാറും വൈകിട്ട് അവിടെ കൊണ്ടുപോകത്തുള്ളൂ. കണ്ട ട്രിവാൻഡ്രം മെയിൽ. സൈക്ലോണിൻ്റെ എഫക്റ്റ് ഒക്കെ കണ്ടു തുടങ്ങി. ഇത് കണ്ടോ, വെള്ളം കണ്ടോ വൈകി? നല്ല വെള്ളമുണ്ട് ഈ നദിയിലൊക്കെ. കണ്ടോ, ഇത് ഏതോ ഒരു ചെറിയ നദിയാണ്, ഇത്രയും വലിപ്പമൊന്നും ഇല്ലായിരുന്നു. കണ്ടോ, മൊത്തം മൂടി തുടങ്ങി, കാലാവസ്ഥയൊക്കെ മാറി തുടങ്ങിയപ്പോൾ. കണ്ട പാലത്തിലൊക്കെ എന്തോ പണി നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ട്രെയിൻ വളരെ പയ്യാ പോകുന്നത്. അപ്പോൾ ഇന്ത്യ സെക്കൻഡ് ലോങ്സ്റ്റ് ട്രെയിനായ അരുണൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോയുടെ എൻ്റെ ആണ്. ഇനി വരുന്ന വീഡിയോസ് എല്ലാം കുറച്ച് ലെങ്തി വീഡിയോസ് ആയിരിക്കും. നമ്മൾ ഫുൾ ജേർണി കവർ ചെയ്യാണ് അപ് ടു സിൽച്ചർ വരെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് 1:40 ആകുമ്പോൾ ഒങ്കോളെത്തും. അത് കഴിഞ്ഞ് രാത്രി 9:30 ആകുമ്പോൾ വിശാഖപട്ടണം എത്തും. നമുക്ക് വേറെ പണിയൊന്നും കിട്ടിയിട്ട് നമ്മൾ ഓൺ ടൈം എത്തും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ സിൽച്ചർ എത്തുന്നത് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം നമ്മുടെ അരുണ എക്സ്പ്രസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് കാണാം. ബൈ.